മാമു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം കേരള ജനത വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിയമമാണ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ. അതിൻ്റെ കരട് ഈയിടെ കേരള മന്ത്രിസഭ അംഗീകരിക്കുകയുണ്ടായി. 1986 പരിസ്ഥിതി നിയമം അനുസരിച്ച് 2019 നോട്ടിഫിക്കേഷൻ പ്രകാരം ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രമാണ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കി മന്ത്രിസഭയ്ക്ക് മുമ്പാകെ വെച്ചത്. മന്ത്രിസഭ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു. ഈ പ്ലാൻ ഉടനെ തന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്ന് കേരള മന്ത്രിസഭ പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ നിയമപ്രകാരം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നമ്മുടെ തീരദേശ സംരക്ഷണ നിയമവുമായിട്ട് ഉണ്ടാവുകയുണ്ടായി. അതിൻ്റെ പ്രതിഫലമാണ് മരടിലുള്ള ഫ്ലാറ്റ് സമുച്ചയം പൊളിക്കലും മറ്റും ഉണ്ടായത്. 1991 ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം 2011 വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ പല മേഖലകളായിട്ട് തിരിക്കാനുള്ള ഓർഡറുകൾ മറ്റും ഉണ്ടായി. ഇതാണ് ഈ നിയമത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് കുറേ ഇളവുകൾ നമുക്ക് ഈ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി പല നിർമ്മാണങ്ങളും നിർത്തിവെച്ചിരിക്കുന്ന പല നിർമ്മാണങ്ങളും പുനർനിർമ്മാണം തുടങ്ങാനും മറ്റുമുള്ള കോടതിയിലെ കേസുകളുമായിട്ട് ഹൈക്കോടതിയിൽ ഒരുപാട് കേസുകൾ ഇതിനകം ഈ നിയമം സംബന്ധിച്ച് വരികയുമുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇനിയിപ്പോൾ ഈ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഇതിനെല്ലാം ഒരു മാറ്റം വരും. ഇത് നമ്മളെ വനം പരിസ്ഥിതി മന്ത്രാലയം ഈ പ്ലാനിന് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ CRZ നിയമപ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് CRZ 3 നിന്നും 2 മാറിയാൽ ഇളവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ആയിരത്തി 1986 വനം പരിസ്ഥിതി നിയമമനുസരിച്ച് CRZ മേഖലയെ പല സോണുകളാക്കി തിരിക്കുകയുണ്ടായി. CRZ 1, CRZ 2, CRZ 3, CRZ 4. ഇതെല്ലാം ഓരോ ഇക്കോളജിക്കൽ, അതായത് തീരദേശത്തെ ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി അനുസരിച്ചാണ് ഈ വേർതിരിവ് ഉണ്ടായിരിക്കുന്നത്. പല പല സോണുകളായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇതിൽ CRZ 1 CRZ 3, 4 അപേക്ഷിച്ച് CRZ 2 വികസനവുമായി ബന്ധപ്പെട്ട് അർബൻ ഏരിയ ആയിട്ട് തിരിച്ചുകൊണ്ട് കൂടുതൽ ഇളവുകൾ CRZ 2 വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ CRZ 1, 2, 3, 4 പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അർബൻ ഏരിയ, അതായത് പട്ടണം കൂടുതലായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ CRZ 2 ഉൾപ്പെടുമെന്നാണ് ഈ വിജ്ഞാപനമനുസരിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശരിയായ വശങ്ങൾ പഠിച്ച് ഓരോ സംസ്ഥാനങ്ങളും അവരുടെ മാപ്പ് കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റിനെ നിയമിച്ചുകൊണ്ട് കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിക്കാണ് ആ ചുമതല 2011 വിജ്ഞാപനം നൽകിയിരിക്കുന്നത്. അത് പ്രകാരം ഓരോ സംസ്ഥാനങ്ങളും മാപ്പ് ആ ഭൂപ്രകൃതി അനുസരിച്ച് മാപ്പ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുകയുണ്ടായി. അതനുസരിച്ചാണ് ഏതെല്ലാം സോണിലേക്ക് വരുന്നത് വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിക്കുന്നത്. കേരളത്തിലും ഇതേ രീതിയിൽ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കുകയുണ്ടാകും. അതനുസരിച്ച് മാപ്പ് തയ്യാറാക്കാൻ ഒരുപാട് വൈകി എങ്കിലും കാര്യം കേരളത്തിലെ കൂടുതൽ തീരദേശ പ്രദേശങ്ങളാണ്. 3 ജില്ല ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിലെല്ലാം കേരളത്തിലെ തീരപ്രദേശങ്ങളാണ്. പിന്നെ അതുപോലെ ഉൾനാടൻ ജലാശയങ്ങൾ, ചെറിയ ജലാശയങ്ങൾ, ഐലൻഡ് ദ്വീപ സമൂഹങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി പഠനം പൂർത്തിയാക്കാൻ കുറച്ച് വൈകി.
അതിൻ്റെ പേരിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയുണ്ടായും. ഈ നിർമ്മാണ രംഗത്ത് തീരദേശത്തുള്ള നിർമ്മാണത്തിൽ നിന്നുള്ള ഈ CRZ നിയമം പാലിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. അത് പലരുടെ വീട് നിർമ്മാണങ്ങളുമൊക്കെ ഈ നിയമത്തിൽ കുരുങ്ങി. അങ്ങനെ മരടിൽ ഉള്ള ഫ്ലാറ്റ് സമുച്ചയം പൊളിക്കാനായിട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുകളൊക്കെ ഉണ്ടായി. അപ്പോൾ CRZ 2-ലാണ് കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അത് പ്രകാരം 175 പഞ്ചായത്തിൽ 66 എണ്ണം വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ച് വരികയുണ്ടായി. ഇനി ബാക്കിയുള്ള 109 പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഈ നിയമത്തിൻ്റെ പരിധിയിലേക്ക്, അതായത് CRZ 2-ലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ സർക്കാർ ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ മന്ത്രിസഭ ഈയിടെ അംഗീകരിക്കുകയുണ്ടായി. അത് പ്രകാരം അപ്പോൾ CRZ 2-ലേക്ക് കൊണ്ടുവരാനാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ഇത് പ്ലാൻ കേന്ദ്രം അംഗീകരിച്ചാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളുമായിരിക്കും കൂടുതൽ ഗുണഭോക്താക്കളാകുന്നത്. എന്നാൽ അമ്പലപ്പുഴ തെക്ക്, അമ്പലപ്പുഴ വടക്ക്, കരുകുളം, ചിറയൻകീഴ്, കോട്ടുകൽ, വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തുകളിൽ അറ്റോമിക് മിനറൽ ശേഖരമുള്ളതിനാൽ CRZ 3-ലെ വ്യവസ്ഥകൾ തന്നെ ബാധകമായിരിക്കും. ജനസാന്ദ്രത 2161 കൂടുതൽ ഉള്ള വികസിത പ്രദേശങ്ങളെ മറ്റ് വികസന മാനദണ്ഡങ്ങൾ പരിഗണിച്ച് CRZ 3A-യിലുമാക്കി, കുറവ് ജനസംഖ്യയുള്ള പ്രദേശങ്ങളെ CRZ 3B-യിലുമാക്കി. CRZ 3A കടലിൻ്റെ വേലിയേറ്റ ഭൂമിയിൽ വികസനരഹിത മേഖല 200-ൽ നിന്നും 50 കുറച്ചിട്ടുണ്ട്. എന്നാൽ CRZ B-യിൽ 200 തന്നെ തുടരും. അപ്പോൾ അത് മാപ്പ് പരിശോധിച്ചാൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. മാപ്പ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, ആ മാപ്പിലൂടെ നമുക്കത് മനസ്സിലാകും. CRZ 3-ൽ ഉൾപ്പെട്ടിട്ടുള്ള ഉൾനാടൻ ജലാശയങ്ങളുടെ കാര്യത്തിൽ വേലിയേറ്റ രേഖയിൽ നിന്നുള്ള ഭൂപരിധി 100 മീറ്ററിൽ നിന്ന് 50 മീറ്ററായി കുറയും. മറ്റ് ചെറിയ ജലാശയങ്ങളുടെ കാര്യത്തിൽ 50 മീറ്റർ വരെയോ ജലാശയത്തിൻ്റെ വീതിക്കനുസരിച്ച് വികസനരഹിത മേഖലയായി കണക്കാക്കും. തുറമുഖത്തിൻ്റെ കാര്യത്തിൽ തുറമുഖത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഭാഗങ്ങളിൽ വികസനരഹിത മേഖല ബാധകമല്ല. അതുപോലെ തന്നെ പൊക്കാളി, കൈപ്പാട് പ്രദേശങ്ങളിലെ ബണ്ടുകൾ, സ്ലൂയിസ് ഗേറ്റുകളുടെ കാര്യത്തിലും ഇളവ് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ്വീപുകളുടെ കാര്യത്തിൽ ദ്വീപ് മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കി കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങിയ ശേഷം 10 ഹെക്ടറിൽ കൂടുതലുള്ള ദ്വീപുകളുടെ വികസനരഹിത മേഖല 50-ൽ നിന്നും 20 കുറയ്ക്കാനാകും. സ്വകാര്യ ഭൂമിയിലെ കണ്ടൽ ചെടികൾക്ക് കരുതൽ മേഖല ഒഴിവാക്കാനും പ്ലാനിൽ നിർദ്ദേശമുണ്ട്. സർക്കാർ ഭൂമിയിൽ 1000 ചതുരശ്ര മീറ്റർ കണ്ടൽക്കാടുകളുണ്ടെങ്കിൽ മാത്രമായിരിക്കും കരുതൽ മേഖല ബാധകമാവുക. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാനിലെ നിർദ്ദേശങ്ങൾ. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഈ വക നിയമങ്ങൾ അവരും അറിയാൻ ഇടയാകും. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.